സാഹിത്യത്തിന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സംഗീതത്തിലായാലും കവിതയിലായാലും അല്ലെങ്കിൽ സിനിമയിലായാലും അങ്ങനെ നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും സാഹിത്യത്തിന് നമുക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ പറയാറുള്ളത്. എൻ്റെ അച്ഛൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ മണിച്ചേട്ടൻ പാടിയ ഒരുവിധം പാട്ടുകളൊക്കെ ഹിറ്റാണ്. പകൽ മുഴുവൻ പണിയെടുത്ത് ചാലക്കുടി ചന്ദ്രൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാട്ട് കൊണ്ടൊരു ചൂട്ട് കെട്ടി ആ ചൂട്ട് കൊണ്ട് നിൻ്റെ മോത്ത് കുത്തും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് വരികൾക്ക്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ആ വരികളിലെ ഒരു പവർ, അതായത് നമുക്ക് ഒരാളെ പ്രതിഷേധം അറിയിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് വിമർശിക്കാനോ ഇതിനൊക്കെ നമുക്ക് അക്ഷരങ്ങൾ കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് മണിച്ചേട്ടൻ ഈ അവാർഡ് വിവാദമായിട്ട് ബന്ധപ്പെട്ട് ബോധം കെട്ട് വീണു എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ ഭയങ്കര വാർത്ത വന്ന സമയത്ത് പല ആളുകളും പല രീതിയിലാണ് അതിനെ ഏറ്റെടുത്തത്. പക്ഷേ അച്ഛൻ വരി കൊണ്ട് എങ്ങനെയാണ് അതിനെ നേരിട്ടത് ഞാൻ ഒരു പാട്ടിലൂടെ പറഞ്ഞുതരാം. അതായത് ചണ്ടിമുണ്ടി ചുള്ളിമുള്ളാണോ ചുറ്റോട് ചുറ്റുള്ള ചപ്പറമ്പ്, അങ്ങനെ ഒരു പാട്ടിറക്കി. അവാർഡും പേവാർഡും പിന്നെ മണിയും എന്ന് പറയുന്ന കേസറ്റിലാണ് ആ പാട്ട് വന്നത്. അതിലത്തെ ഒരു വരിയാണ് ഞാൻ പറഞ്ഞ ഈ പറയുന്ന പാട്ട് കൊണ്ടൊരു ചൂട്ട് കെട്ടിയ ചൂട്ടുകൊണ്ട് തന്നെ മോത്ത് കുത്തും എന്ന് പറയുന്ന രാഷ്ട്രീയമുള്ള വരി. ചാഞ്ഞു കുത്തി ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ, പിച്ചളക്കി ഞാൻ ഉന്നം പിടിച്ച് ചെമ്പം നുറപ്പിച്ച് വെട്ടോടി. നിങ്ങൾ നോക്കി നോക്കിയ വരികൾ കൊണ്ട് എങ്ങനെയാണ് വിപ്ലവം തീർക്കുന്നത്. അപ്പോൾ വരികളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, നിരീക്ഷണമുണ്ട്, സാമൂഹിക വിമർശനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ എഴുത്തുകാരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ വരികൾ പുറം ലോകം കാണട്ടെ, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വരികൾ എഴുതി വെച്ച ആളുകൾ ഇന്നും നമ്മുടെ ചുറ്റിലുണ്ട്. നിങ്ങളുടെ വരികളൊക്കെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചൂട്ടായി മാറാൻ സാധിക്കട്ടെ. ഷൈൻ ട്യൂൺസിന് അതിൻ്റെ ഭാഗമാകാൻ സാധിക്കട്ടെ.